ഹലോ ഫ്രണ്ട്സ്, നമുക്കിടയിൽ ഒരു ഇമെയിൽ ഐ ഡിയെങ്കിലും ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ യൂസ് ചെയ്യുമ്പോൾ 25 MBയിൽ കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഫയൽ സെൻഡ് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ലാർജ് സൈസുള്ള ഫയൽ, വലിയൊരു ഫയൽ എങ്ങനെയാണ് നിങ്ങൾ ജിമെയിൽ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുക എന്നാണ്. അതിനായി നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ആ ബ്രൗസറിൽ നിന്നും vtransfer.com എന്ന സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ശേഷം ആ vTransfer സൈറ്റിൽ കാണുന്ന ടേംസ് ആൻഡ് അഗ്രിമെൻറ്റിൽ ഐ അഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാം ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ബട്ടൺ, ഫ്രം ഇമെയിൽ ആൻഡ് സെൻഡ് ടു ഇമെയിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇതിൽ ആദ്യമായി നിങ്ങൾ ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ അറ്റാച്ച് ചെയ്യേണ്ട ഫയൽ ഏതാണോ അത് അവിടെ നിന്നും സെലക്ട് ചെയ്യുക. ദെൻ ആർക്കാണോ നിങ്ങൾ ഇമെയിൽ അയക്കേണ്ടത്, ഇമെയിൽ അയക്കേണ്ട ആളുടെ ഇമെയിൽ വിലാസം അവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം അതിന് താഴെയായി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. ഈ ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഈ ഫയലിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്തതിനു ശേഷം ഫയൽ സെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫയലിൻ്റെ സൈസ് അനുസരിച്ച് ഈ ഫയൽ ഇമെയിൽ ചെയ്യാൻ, അതായത് അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്യാൻ വേണ്ട സമയം എത്രയാണോ അത്രയും നേരം നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ ഫയൽ സെൻഡ് ആയി കഴിഞ്ഞാൽ യു ആർ ഡൺ എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്കവിടെ ആ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫയൽ നിങ്ങൾ എൻ്റർ ചെയ്ത ആ ഇമെയിലിലേക്ക് സെൻഡ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ സെൻഡ് ചെയ്ത ഫയൽ ആ യൂസർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അയാളുടെ ഇമെയിലിൽ എങ്ങനെയാണ് ആ ഫയൽ ഡിസ്പ്ലേ ചെയ്യുന്നത്, അതെങ്ങനെയാണ് അയാൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി റിസീവ് ചെയ്ത അയാളുടെ മെയിൽ അയാൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം vTransfer എന്ന ലേബലോട് കൂടിയ ഒരു ഇമെയിൽ. ആ ഇമെയിലിൽ ക്ലിക്ക് ചെയ്യുക. ആ ഇമെയിൽ ഐ ഡി കാണാം, സെൻഡ് ചെയ്ത ആളുടെ ഐ ഡി കാണാം, നമ്മുടെ ഐ ഡിയാണ് അവിടെ കാണുന്നത്. ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ vTransfer എന്ന സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അതിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ബിഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.